മുഖ്യമന്ത്രിയുടെ നവകേരള യാത്ര ഭരണനിർവഹണത്തിലെ എല്ലാ സീമകളും ലംഘിച്ചുവെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ഗൺമാൻമാരുടെ സേന ഇറങ്ങിയാൽ പ്രതിഷേധം തീരുമെന്ന് കരുതേണ്ട എന്നും വേണുഗോപാൽ. സംസ്ഥാനത്ത് കോവിഡ് കേസുകളിൽ നേരിയ വർധന, ആശങ്ക വേണ്ടെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ തലവേദനയ്ക്ക് കുത്തിവെപ്പെടുത്ത 7 വയസ്സുകാരന്റെ കാല് തളർന്നുവെന്ന പരാതിയിൽ പോലീസ് അന്വേഷണം തുടങ്ങി. ഗുരുവായൂർ ACPയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. ആശുപത്രിയിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു. അതിരപ്പള്ളിയിൽ ഗതാഗതം തടസ്സപ്പെടുത്തി ഒറ്റയാൻ കട്ടപ്പ. എണ്ണപ്പന മറിച്ചിട്ട് ഒറ്റയാൻ ഗതാഗതം തടസ്സപ്പെടുത്തിയത് 1.5 മണിക്കൂറോളം. ഞാൻ ബൈജുദേവസി. വിശദമായ വാർത്തകളിലേക്ക്. കേരളത്തിലെ ജനങ്ങളെ ഇത്രമാത്രം വെല്ലുവിളിച്ച സർക്കാർ ഉണ്ടായിട്ടില്ലെന്നും ഭരണനിർവഹണത്തിൽ എല്ലാ സീമകളും ലംഘിച്ചാണ് മുഖ്യമന്ത്രിയുടെ നവകേരള യാത്രയെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. അന്തരിച്ച മുൻമന്ത്രി KP വിശ്വനാഥന്റെ തൃശൂർ പാട്ടുരായ്ക്കൽ വസതി സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു KC വേണുഗോപാൽ. ജനങ്ങളിൽ നിന്ന് എത്രമാത്രം അകലാമോ അത്രമാത്രം പിണറായി സർക്കാർ അകന്നു കഴിഞ്ഞു. പിണറായി വിജയന്റെ സുരക്ഷയ്ക്കാണോ അതോ പ്രതിഷേധിക്കുന്ന യുവാക്കളെ തല്ലിത്തോൽപ്പിക്കാനാണോ ഗൺമാൻമാരുടെ സേനയെന്നും ഗൺമാൻമാരുടെ കയ്യിലാണോ ലാത്തി വേണ്ടതെന്നും KC വേണുഗോപാൽ ചോദിച്ചു. ഗൺമാൻമാരുടെ സേന വന്നിറങ്ങിയാൽ പ്രതിഷേധം തീരുമെന്ന് കരുതേണ്ടെന്നും ന്യായമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്നും വേണുഗോപാൽ വ്യക്തമാക്കി. എന്ത് ഭീകരമായിട്ടാണ് പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളെയും ചെറുപ്പക്കാരെയും അടിച്ചൊതുക്കുന്നത്. കരളലിയിപ്പിക്കുന്ന കാഴ്ചകളാണ്. അവരെന്താകെ ചെയ്തത്? ഒരു പ്രതിഷേധ ജാഥ, ഒരു പ്രതിഷേധ മുദ്രാവാക്യം, അതിന് ഗൺമാൻമാർ ഇറങ്ങിയിട്ട് തല്ലി തീർക്കുകയാണ്. ഞങ്ങളൊക്കെ മന്ത്രിമാരായിരുന്നവരാണ്. ഗൺമാൻമാരുടെ കയ്യിലാണോ ലാത്തി ഉണ്ടാവുക? അപ്പോൾ ഇത് കരുതിക്കൂട്ടി പ്രതിഷേധങ്ങളെ തല്ലി തീർക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സേന, ആ സേനയാക്കി ഗൺമാൻമാരെ മാറ്റിയിരിക്കുകയാണ്. ഗൺമാൻമാർ വന്നിറങ്ങിയാൽ കേരളത്തിലെ പ്രതിഷേധം തീരുമെന്ന് അവർ വിചാരിക്കുന്നുണ്ടെങ്കിൽ എത്ര ഗൺമാൻമാർ വന്നാലും ഈ പ്രതിഷേധമായിട്ട് മുന്നോട്ട് പോകും. ന്യായമായ പ്രതിഷേധം. അപ്പോൾ ഇത് സത്യത്തിൽ കേരളത്തിലെ ജനങ്ങളെ ഇത്രമാത്രം വെല്ലുവിളിക്കുന്ന ഒരു സർക്കാർ വരെ ഉണ്ടായിട്ടില്ല. ഗൺമാൻമാരുടെ അതിക്രമത്തിനെതിരെ അനുകൂല പ്രസ്താവന നടത്തിയ മന്ത്രിമാർ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യരല്ല. ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ച സ്ഥിതിയാണ് കേരളത്തിലെ ഭരണം. നിയമപാലനം നടത്തേണ്ട പോലീസുകാർ തല്ലുന്ന SFIക്കാർക്ക് കാവൽ നിൽക്കുകയാണ്. തീക്കൊള്ളിക്കൊണ്ട് മുഖ്യമന്ത്രി തലചൊറിയുകയാണെന്നും എതിർ ശബ്ദങ്ങളെ തല്ലിത്തീർക്കാമെന്ന മുഖ്യമന്ത്രിയുടെ സ്റ്റാലിൻ ശൈലി വിലപോകില്ലെന്നും KC വേണുഗോപാൽ കൂട്ടിച്ചേർത്തു. TC വിനോസ്, തൃശൂർ. കോവിഡ് വകഭേദം ഒമിക്രോൺ JN1 റിപ്പോർട്ട് ചെയ്തതോടെ സംസ്ഥാനം ജാഗ്രതയിൽ. ജനിതക ഘടനാ പരിശോധന നടത്തുന്ന ലാബുകളുടെ കൺസോർഷ്യം നടത്തിയ പഠനത്തിലാണ് കേരളത്തിൽ JN1 വകഭേദം കണ്ടെത്തിയത്. അതേസമയം ആശങ്ക വേണ്ട എന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. കോവിഡ് ബാധിതർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ഗർഭിണികളും പ്രായമായവരും ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി. ഇടവേളയ്ക്ക് ശേഷമാണ് സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ ഉയർന്നത്. 1523 പേരാണ് നിലവിൽ ചികിത്സയിൽ ഉള്ളത്. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ തലവേദനയ്ക്ക് കുത്തിവെപ്പെടുത്ത 7 വയസ്സുകാരന്റെ കാല് തളർന്നു എന്ന പരാതിയിൽ ഗുരുവായൂർ ACP അന്വേഷണം തുടങ്ങി. ആശുപത്രിയിൽ തലവേദനയ്ക്ക് ചികിത്സ തേടിയെത്തിയ 7 വയസ്സുകാരനെ കുത്തിവെപ്പ് നൽകിയതിനെ തുടർന്ന് ഇടത് കാലിനെ തളർച്ച ബാധിച്ചുവെന്നാണ് പരാതി. താലൂക്ക് ആശുപത്രിയിലെത്തിയ അന്വേഷണ സംഘം വിവരങ്ങൾ ശേഖരിച്ചു. കുട്ടിയും അമ്മയും ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്ക് എത്തിയത് മുതലുള്ള CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു. ഡെപ്യൂട്ടി DMO ഡോക്ടർ ഷീജ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം സന്ദർശനം നടത്തി ആരോപണ വിധേയയായ ഡോക്ടറെ ജോലിയിൽ നിന്ന് നീക്കിയിരുന്നു. കുത്തിവെപ്പ് നടത്തിയ പുരുഷ നഴ്സിനെ നേരത്തെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നു. പാലയൂർ നാലകത്ത് കാരക്കാട് ഷാഫിലിന്റെ മകൻ മുഹമ്മദ് ഗസാലിയുടെ ഇടത് കാലിനാണ് നടക്കാൻ കഴിയാത്ത വിധം തളർച്ച ബാധിച്ചത്. ഏഴാറ്റുമുഖം ചെക്ക് പോസ്റ്റിന് സമീപം വഴി തടഞ്ഞ് ഒറ്റയാൻ കട്ടപ്പ. പരിസരത്തെ എണ്ണപ്പന മറിച്ചിട്ടും പട്ടകൾ തിന്നും ആന കുസൃതി കാട്ടിയതോടെ റോഡിന് ഇരുഭാഗത്തുമായി വാഹനങ്ങൾ 1.5 മണിക്കൂറോളം കുടുങ്ങിക്കിടന്നു. അവധി ദിനമായതിനാൽ അതിരപ്പള്ളിയിലേക്ക് പോകാനെത്തിയ നിരവധി പേരാണ് റോഡിൽ കുടുങ്ങിക്കിടന്നത്. ആന ഉൾക്കാട്ടിലേക്ക് സ്വയമേവ വലിഞ്ഞതോടെയാണ് വാഹനയാത്രക്കാർക്ക് ആശ്വാസമായത്. പിന്നീട് ഡ്രൈവർമാരും മറ്റും ചേർന്ന് തടസ്സങ്ങൾ മാറ്റിയാണ് യാത്ര തുടർന്നത്. ക്രിസ്തീയ ന്യൂനപക്ഷങ്ങൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ആരുടെയും ഔദാര്യമല്ലെന്നും അവകാശമാണെന്നും അത് നേടിയെടുക്കാൻ ക്രൈസ്തവർ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇരിഞ്ഞാലക്കുട രൂപതയുടെ ദേശീയ ന്യൂനപക്ഷ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ അധ്യക്ഷത വഹിച്ചു.
സമുദായ ബോധവും ന്യൂനപക്ഷ സംരക്ഷണവും എന്ന വിഷയത്തെ ആസ്പദമാക്കി സീറോ മലബാർ സഭാ വക്താവ് ചാക്കോ കാളംപറമ്പിൽ സെമിനാർ നയിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA, സംസ്ഥാന ന്യൂനപക്ഷ വികസന കോർപ്പറേഷൻ ചെയർമാൻ സ്റ്റീഫൻ ജോർജ്, വികാരി ജനറൽ മോൺസിഞ്ഞോർ വിൽസൺ ഈരത്തറ, രൂപത ന്യൂനപക്ഷ സമിതി ഡയറക്ടർ ഫാദർ നൌജീൻ വിധേയത്തിൽ, പ്രസിഡന്റ് അഡ്വക്കേറ്റ് E.T. തോമസ്, പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി ഡേവിസ് ഊക്കൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്ത്യ മുന്നണി ശക്തമാക്കണമെങ്കിൽ എല്ലാ മുന്നണികളെയും കൂട്ടിയിണക്കണമെന്ന് കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാനും മുൻ കേന്ദ്രമന്ത്രിയുമായ അഡ്വക്കേറ്റ് PC തോമസ് പറഞ്ഞു. കേരള കോൺഗ്രസ് തൃശൂർ ജില്ലാ നേതൃ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ വികസനം മുന്നിൽ കണ്ടുകൊണ്ട് ദേശീയ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കാനാണ് പാർട്ടി രൂപീകരിച്ചത്. എന്നാൽ ലക്ഷ്യം കൈവരിക്കാൻ കഴിഞ്ഞോ എന്ന് പരിശോധിക്കണമെന്നും പാർട്ടിക്ക് വലിയ ദൗത്യം നിർവഹിക്കാനുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സാഹിത്യ അക്കാദമിയിൽ നടന്ന ക്യാമ്പിൽ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് CV കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു. പാർട്ടി സെക്രട്ടറി ജനറൽ അഡ്വക്കേറ്റ് ജോയ് എബ്രഹാം, ഡെപ്യൂട്ടി ചെയർമാൻമാരായ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ, അഡ്വക്കേറ്റ് K. ഫ്രാൻസിസ് ജോർജ്, വൈസ് ചെയർമാൻ MP പോളി, കേരള IT ആൻഡ് പ്രൊഫഷണൽ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അപ്പു ജോൺ ജോസഫ്, സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ ഡോക്ടർ ദിനേശ് കർത്ത, ജോയി ഗോപുരാൻ തുടങ്ങിയവർ സംസാരിച്ചു. തിരുവല്ലുവാമല ചെറുതൃക്കോവിൽ ശ്രീകൃഷ്ണ ക്ഷേത്രകുളത്തിൽ വയോധികയെ മുങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി. തിരുവല്ലുവാമല സ്വദേശിനി 65 വയസ്സുള്ള അമ്മിണിയാണ് മരിച്ചത്. പഴയന്നൂർ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. എടത്തിരുത്തി ചൂലൂരിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. ഞായറാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് അപകടം ഉണ്ടായത്. വിമാനത്താവളത്തിൽ പോയി വരികയായിരുന്ന വലപ്പാട് സ്വദേശി കൊണ്ടിയാറ ഗോപാലകൃഷ്ണനും കുടുംബവും സഞ്ചരിച്ചിരുന്ന കാറാണ് കത്തിയത്. കാറിലുണ്ടായിരുന്നവർ തീ കണ്ട് പുറത്തിറങ്ങിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് പറയുന്നു. ഫയർഫോഴ്സ് എത്തിയാണ് തീ കെടുത്തിയത്. കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും കത്തിനശിച്ചു. പ്രതിസന്ധികൾ നീങ്ങിയതോടെ കരിച്ചാൽ കടവ് സ്ലൂയിസ് കം ബ്രിഡ്ജിന്റെ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചു. ജൂലൈ അവസാനത്തോടെ പണികൾ പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കും. കാട്ടകമ്പാൽ, വടക്കേക്കാട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്നതാണ് കരിച്ചാൽ കടവ് പാലം. കോൾപ്പാടത്ത് നൂറാടിത്തോടിനെ കുറുകെ 46 മീറ്റർ നീളത്തിലും 5.5 മീറ്റർ വീതിയിലുമാണ് പാലവും ചെക്ക് ഡാമും പണിയുന്നത്. 9.2 മീറ്റർ നീളത്തിൽ 5 സ്പാനുകളിലായാണ് നിർമ്മാണം. ഇതിനു പുറമെ പാലത്തിന്റെ ഇരുവശത്തുമായി 110 മീറ്റർ റോഡും നിർമ്മിക്കും. 2.5 മീറ്റർ ഉയരമുള്ള പാലത്തിലെ ചെക്ക് ഡാമിൽ വെള്ളം തടഞ്ഞു നിർത്തുന്നതിനായി FRP ഷട്ടറുകളാണ് ഉപയോഗിക്കുക. നിർമ്മാണത്തിന്റെ ആദ്യപടിയായി താൽക്കാലിക തടയണ നിർമ്മാണം ആരംഭിച്ചു. ഇതിനായി 130ഓളം തെങ്ങിൻ തടികൾ ഉപയോഗിച്ച് തടയണ കെട്ടുന്നതിന്റെ പണികളാണ് പുരോഗമിക്കുന്നത്. തോട്ടിലെ നീരൊഴുക്ക് തടസ്സപ്പെടാതിരിക്കാൻ തോട്ടിന്റെ കിഴക്ക് വശത്ത് കുറച്ച് ഭാഗം ഒഴിവാക്കിയിട്ടുണ്ട്. പദ്ധതി പൂർത്തിയായാൽ വെട്ടിക്കടവ് മുതൽ കരിച്ചാൽ കടവ് വരെയുള്ള 1100 ഏക്കർ പുഞ്ചകൃഷിക്ക് ഇത് പ്രയോജനകരമാകും. സ്കൂളിലെത്തിയാൽ തീവണ്ടിയിലും ടണലിലും കയറാം. ഉല്ലസിച്ചു തന്നെ വരയും എഴുത്തും നടത്താം. കുളത്തിനു കുറുകെ പാലത്തിലൂടെയും സഞ്ചരിക്കാം. ഈസ്റ്റ് ചാലക്കുടി ഗവൺമെന്റ് LP സ്കൂളിലെ പ്രീ പ്രൈമറി വിഭാഗത്തിനായി നിർമ്മിച്ച കളിത്തട്ട് പഞ്ചാരമിഠായി ഉദ്ഘാടനത്തിന് ഒരുങ്ങി. സർവശിക്ഷ കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപ ചെലവിലാണ് LKG, UKG വിഭാഗക്കാർക്കുള്ള വർണ്ണക്കൂടാരം പദ്ധതി തയ്യാറാക്കിയത്. ലോവർ പ്രൈമറിക്കാർക്കും പാർക്കിൽ പ്രവേശനമുണ്ടാകും. ചാലക്കുടി ബ്ലോക്ക് പരിധിയിലെ ഒരു സർക്കാർ സ്ഥാപനത്തിൽ ആദ്യമായാണ് ഇത്തരം പദ്ധതി. ആകർഷകമായ പ്രവേശന കവാടത്തിന് തൊട്ടടുത്താണ് കോൺക്രീറ്റിലെ ട്രെയിൻ നിർമ്മിച്ചിരിക്കുന്നത്. കുട്ടികൾക്ക് ഇരിക്കാനുമാകും. ടണലും സിമന്റ് വാർക്ക തന്നെ. ഓപ്പൺ സ്റ്റേജ് മാതൃകയിലെ കുത്തിവരയിടം എന്നാണ് ഇതിന്റെ പേര്. ക്ലാസ് മുറികളിൽ ഇരുന്നുകൊണ്ട് മാത്രം എഴുതുന്നത് ഇവിടെ നിന്നുകൊണ്ടാകും. മീനുകൾ വളരുന്ന താമരപ്പൊയ്കയിലെ പാലത്തിൽ കുട്ടികൾക്ക് നടക്കാനാകും. പുൽത്തകിടിയും പൂക്കളും നിറയുന്ന പഞ്ചാരമിഠായി കൊച്ചുകുട്ടികളെ ആനന്ദത്തിന്റെ നിറകിലേറ്റും. അടുത്ത മാസം ഇതിന്റെ ഉദ്ഘാടനം നടക്കും. ചാലക്കുടി നഗരസഭയുടെ പിന്തുണയോടെ കൗൺസിലർമാരായ VJ ജോജി, TD എലിസബത്ത് എന്നിവരാണ് സംരംഭത്തിന് നേതൃത്വം നൽകുന്നത്. TCV ന്യൂസ്, ചാലക്കുടി. കുന്നംകുളത്ത് നടന്ന KSTA തൃശൂർ ജില്ലാ സമ്മേളനം സമാപിച്ചു. സാംസ്കാരിക സമ്മേളനത്തിൽ KEN കുഞ്ഞഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. KSTA തൃശൂർ ജില്ലാ പ്രസിഡന്റ് B. സജീവ് അധ്യക്ഷത വഹിച്ചു. KSTA ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ TS സജീവൻ, KK ഷീല തുടങ്ങിയവർ സംസാരിച്ചു. കേന്ദ്രം കേരളത്തെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുന്നത് നീതീകരിക്കാനാകാത്തതാണെന്ന് മുൻ MP NN കൃഷ്ണദാസ്. KSTA ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ പ്രസിഡന്റ് B. സജീവ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് KV ബെന്നി, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം VM കരീം തുടങ്ങിയവർ സംസാരിച്ചു.
പെരിഞ്ഞനത്ത് വീട് കുത്തി തുറന്ന് മോഷണശ്രമം. പെരിഞ്ഞനം പൊന്മാനിക്കുടം തറയിൽ രാജീവിന്റെ വീട്ടിലാണ് മോഷണശ്രമം നടന്നത്. സഹോദരൻ പ്രദീപ് മാത്രമാണ് വീട്ടിൽ ഉണ്ടായിരുന്നത്. മുകളിലത്തെ നിലയിലായിരുന്ന പ്രദീപ് ശബ്ദം കേട്ട് വാതിൽ തുറന്നപ്പോഴാണ് മോഷ്ടാക്കളെ കണ്ടത്. ഒച്ചവെച്ചതോടെ മോഷ്ടാക്കൾ രക്ഷപ്പെടുകയായിരുന്നു. വീടിന്റെ മുൻവാതിൽ കുത്തിപ്പൊളിച്ചാണ് മോഷ്ടാക്കൾ അകത്ത് കടന്നിട്ടുള്ളത്. എല്ലാ മുറികളും അലമാരയും കുത്തി തുറന്ന നിലയിലാണ്. വീട്ടിൽ നിന്നും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. സ്പെഷ്യൽ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുകയായിരുന്ന പെൺകുട്ടിയെ തടഞ്ഞു നിർത്തി ലൈംഗികാതിക്രമം നടത്താൻ ശ്രമിച്ച സംഭവത്തിൽ പ്രതി അറസ്റ്റിലായി. മരത്തംകോട് സ്വദേശി കോലാടി വീട്ടിൽ ബിജുവിനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ നവംബർ 25-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. വൈകിട്ട് ക്ലാസ് കഴിഞ്ഞ് നടന്നുവരികയായിരുന്ന പെൺകുട്ടിയെ ബൈക്കിൽ പിന്തുടർന്നെത്തി തടഞ്ഞു നിർത്തിയ ശേഷം പ്രതി പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. കുന്നംകുളം കുറുക്കൻപാറയിൽ ബൈക്കിടിച്ച് ചികിത്സയിലായിരുന്ന ഗൃഹനാഥൻ മരിച്ചു. കുറുക്കൻപാറ തോലത്ത് വീട്ടിൽ 60 വയസ്സുള്ള ജെയ്സനാണ് മരിച്ചത്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ജെയ്സന്റെ ഭാര്യ ജെയ്നി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് അപകടമുണ്ടായത്. അപകടത്തിൽ ബൈക്ക് യാത്രികനായ ഗുരുവായൂർ സ്വദേശി ഏറത്ത് വീട്ടിൽ യദുവിനും പരിക്കേറ്റിരുന്നു. PR അരവിന്ദാക്ഷനെതിരെ നടപടിയെടുക്കാൻ വെല്ലുവിളിച്ച് അനിൽ അക്കര. EP ജയരാജൻ, PK ബിജു, AC മൊയ്തീൻ, MK കണ്ണൻ എന്നിവർക്കെതിരെ സ്വന്തം കൈപ്പടയിൽ മൊഴി എഴുതി നൽകിയ ആളാണ് അരവിന്ദാക്ഷൻ. നഗരസഭാ കൗൺസിലർ കൂടിയായ അരവിന്ദാക്ഷനെതിരെ നടപടിയെടുക്കാൻ CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദനെ വെല്ലുവിളിക്കുന്നതായി അനിൽ അക്കര പ്രസ്താവനയിൽ പറഞ്ഞു. മോഹിനിയാട്ടത്തിൽ കലാമണ്ഡലം ശൈലിയുടെ മനോഹാരിതയുമായി ഗുരുവും ശിഷ്യയും ഒരേ വേദിയിൽ. നെല്ലുവായി ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ നൃത്തവേദിയാണ് അപൂർവ നിമിഷങ്ങൾക്ക് സാക്ഷിയായത്. കലാമണ്ഡലം നൃത്തവിഭാഗത്തിലെ മുൻ വകുപ്പ് മേധാവിയും കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവുമായ കലാമണ്ഡലം ഹൈമാവതി ടീച്ചറും ശിഷ്യയും ഇപ്പോഴത്തെ വകുപ്പ് മേധാവിയുമായ കലാമണ്ഡലം സംഗീത പ്രസാദുമാണ് ഒരേ വേദിയിൽ ഒരുമിച്ച് നൃത്തം ചെയ്ത് കാണികളെ വിസ്മയിപ്പിച്ചത്. നെല്ലുവായി ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശിയോടനുബന്ധിച്ചാണ് ആയുർവേദ സ്വരൂപനായ ധന്വന്തരി മൂർത്തിക്ക് മുന്നിൽ ഗുരുവും ശിഷ്യയും തങ്ങളുടെ കലാസഭര്യ കാണിക്കയായി സമർപ്പിച്ചത്. മോഹിനിയാട്ടത്തിലെ കലാമണ്ഡലം ശൈലി തലമുറകളിലൂടെ പകർന്നുകൊണ്ടിരിക്കുന്നു എന്ന സന്ദേശവും ഈ നൃത്തവേദി സമ്മാനിച്ചു. ഓമന തിങ്കൾ കിടാവോ എന്ന കൃതിയുടെ നൃത്താവിഷ്കാരത്തിൽ ഹൈമാവതി ടീച്ചർ മോഹിനിയാട്ടത്തിന്റെ ലയലാസ്യവർണ്ണങ്ങൾ ഭാവങ്ങളാൽ വിരിയിച്ചപ്പോൾ ശിഷ്യ സംഗീത സ്വാതി തിരുനാളിന്റെ ചെന്താർ സഹായിക എന്ന് തുടങ്ങുന്ന കൃതിയുടെ അവതരണത്തോടെ തന്റെ നായകനെ കാത്തിരിക്കുന്ന പ്രണയിനിയുടെ മോഹപാരിവശ്യങ്ങളിൽ പകർന്നാടി നൃത്താസ്വാദകരുടെ മനം കുളിർപ്പിച്ചു. ഗുരുവിന്റെയും ശിഷ്യയുടെയും കലാസംഗമം ആസ്വാദകർക്ക് നവ്യാനുഭവമായി മാറി. TCV എരുമപ്പെട്ടി. എരുമപ്പെട്ടി നെല്ലുവായി മുരിങ്ങത്തേരിയിൽ കാട്ടുപന്നികൾ കൃഷി നശിപ്പിച്ചു. അഡ്വക്കേറ്റ് VP മഹേശ്വരന്റെ വീട്ടുപറമ്പിലെ വാഴകൃഷിയാണ് രാത്രിയിൽ നശിപ്പിച്ചത്. ഏകദേശം 4 മാസം വളർച്ചയുള്ള ചെങ്ങാലിക്കോടൻ നേന്ത്രവാഴ തൈകളാണ് കുത്തി നശിപ്പിച്ചത്. മേഖലയിൽ കാട്ടുമൃഗങ്ങൾ കൃഷി നശിപ്പിക്കുന്നത് പതിവായിരിക്കുകയാണ്. കാട്ടുപന്നികൾക്ക് പുറമെ കുരങ്ങുകൾ, മയിലുകൾ, മുള്ളൻ പന്നികൾ എന്നിവയുടെ ശല്യവും രൂക്ഷമാണ്. കൂട്ടത്തോടെ ഇറങ്ങുന്ന കുരങ്ങുകൾ തെങ്ങിൽ കയറി നാളികേരം പിഴുതു നശിപ്പിക്കുന്നതും നിത്യസംഭവമാണ്. പാടശേഖരങ്ങളിൽ ഇറങ്ങുന്ന കാട്ടുപന്നികൾ നെൽകൃഷിയും വ്യാപകമായി നശിപ്പിക്കുന്നുണ്ട്. വന്യമൃഗശല്യം തടയാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് അഡ്വക്കേറ്റ് VP മഹേശ്വരൻ ആവശ്യപ്പെട്ടു. ഈ നാട്ടിൽ ചെറുകിട കർഷകരും അതുപോലെ തന്നെ നാമമാത്ര കർഷകരാണുള്ളത്. വളരെ ചുരുങ്ങിയ രീതിയിലാണ് ഇവിടെ കൃഷികളൊക്കെ ചെയ്തു വരുന്നത്. പക്ഷേ ഈ ചെറിയ രീതിയിൽ ചെയ്യുന്ന കൃഷിക്കാർക്ക് പോലും യാതൊരു വിളവുകളും കിട്ടാത്ത അവസ്ഥയിലേക്ക് കാട്ടുമൃഗങ്ങൾ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയാണ്. എൻ്റെ മാത്രം വിഷയമല്ല, ഈ മൊത്തം നാട്ടിൽ പന്നി, അതുപോലെ മുള്ളം പന്നി, കുരങ്ങ്, മയിൽ എന്നിവയുടെ ശല്യം കാരണം യാതൊരു കൃഷികളും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് സഞ്ജാതമായിട്ടുള്ളത്. കേച്ചേരിയിൽ ബാറിലുണ്ടായ സംഘർഷത്തിൽ യുവാവിനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിലെ പ്രതിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. തലക്കോട്ടുകര വെള്ളാറ്റഞ്ഞൂർ സ്വദേശി മേക്കാട്ടിൽ വീട്ടിൽ രാകേഷിനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ആളൂർ സ്വദേശി കാക്കശ്ശേരി വീട്ടിൽ ഫ്രാൻസിസിനെയാണ് പ്രതി ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്.
കഴിഞ്ഞ 15-ന് രാത്രിയായിരുന്നു സംഭവം. മകൾ കിണറ്റിൽ വീണതിന്റെ മനോവിഷമത്തിൽ പിതാവ് കുഴഞ്ഞു വീണ് മരിച്ചു. പാത്രമംഗലം തോന്നല്ലൂർ മത്തായിപ്പടി മൂത്തേടത്ത് വീട്ടിൽ 54 വയസ്സുള്ള ഹംസയാണ് മരിച്ചത്. ഹംസയുടെ 15 വയസ്സുള്ള മകൾ വീട്ടുകിണറ്റിൽ വീഴുകയായിരുന്നു. വിവരമറിഞ്ഞ ഹംസ കുഴഞ്ഞു വീണു. ഹംസയെ എരുമപ്പെട്ടി ആക്ട്സ് പ്രവർത്തകർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മകൾ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. കേരള ബ്രാഹ്മണ സഭയുടെ 53ാമത് സംസ്ഥാന വാർഷിക പൊതുയോഗം തൃശൂരിൽ നടന്നു. ബ്രാഹ്മണ സഭ സംസ്ഥാന പ്രസിഡന്റ് കരിമ്പുഴ രാമൻ ദ്വിവർണ പതാക ഉയർത്തി. സംസ്ഥാന സെക്രട്ടറി NV ശിവരാമകൃഷ്ണൻ, TS കല്യാണരാമൻ, സഭാ ജില്ലാ പ്രസിഡന്റ് S ശിവരാമകൃഷ്ണൻ, ജില്ലാ സെക്രട്ടറി മൂർത്തി, ടൗൺ യൂണിറ്റ് പ്രസിഡന്റ് TK ദേവനാരായണൻ, സെക്രട്ടറി TS വിശ്വനാഥ അയ്യർ എന്നിവർ നേതൃത്വം നൽകി. 1300ഓളം പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു. കേരള അപ്ലയൻസ് സർവീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനവും സഹായനിധി ഉദ്ഘാടനവും തൃശൂരിൽ നടന്നു. ഡീലേഴ്സ് അസോസിയേഷൻ ഓഫ് TV അപ്ലയൻസസ് സംസ്ഥാന സെക്രട്ടറി വിപിൻ കാട്ടൂക്കാരൻ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സന്തോഷ് സോപാനം അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ട്രഷറർ പയസ് ജോസ്, കർണാടക സംസ്ഥാന പ്രസിഡന്റ് VC ബിനീഷ്, സംസ്ഥാന സെക്രട്ടറി KP രാഗേഷ്, ജില്ലാ പ്രസിഡന്റ് K സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. ബാംഗ്ലൂരിലുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കൊരട്ടി സ്വദേശിയായ യുവാവ് മരിച്ചു. കോനൂർ നായത്തോടൻ വർഗീസ് മകൻ 23 വയസ്സുള്ള അഭിജിത്താണ് മരിച്ചത്. 2 ആഴ്ച മുൻപായിരുന്നു അപകടം. അഭിജിത്ത് ഓടിച്ചിരുന്ന ബൈക്ക് മറ്റൊരു വാഹനത്തിൽ ഇടിക്കുകയായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. മുഖ്യമന്ത്രിയുടെ നവകേരള യാത്ര ഭരണനിർവഹണത്തിലെ എല്ലാ സീമകളും ലംഘിച്ചെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ഗൺമാൻമാരുടെ സേന ഇറങ്ങിയാൽ പ്രതിഷേധം തീരുമെന്ന് കരുതേണ്ടയെന്നും വേണുഗോപാൽ. സംസ്ഥാനത്ത് കോവിഡ് കേസുകളിൽ നേരിയ വർധന, ആശങ്ക വേണ്ടെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ തലവേദനയ്ക്ക് കുത്തിവെപ്പെടുത്ത 7 വയസ്സുകാരന്റെ കാല് തളർന്നുവെന്ന പരാതിയിൽ പോലീസ് അന്വേഷണം തുടങ്ങി. ഗുരുവായൂർ ACPയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. ആശുപത്രിയിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു. അതിരപ്പിള്ളിയിൽ ഗതാഗതം തടസ്സപ്പെടുത്തി ഒറ്റയാൻ കട്ടപ്പ. എണ്ണപ്പന മറിച്ചിട്ട ഒറ്റയാൻ ഗതാഗതം തടസ്സപ്പെടുത്തിയത് 1.5 മണിക്കൂറോളം. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.